നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും വലിയ മീനുകൾ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 21 അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അവർ വീശി, മീനിൻ്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശിമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം ദൂരത്തല്ലായകയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. വലത്തുഭാഗത്ത് വല വീശുവീൻ എന്ന് ഒരപരിചിതൻ പറഞ്ഞപ്പോൾ ഒന്നും ആലോചിക്കാതെ വലത്തുഭാഗത്ത് വീശുകയാണ്. കാരണം വലത്തുഭാഗത്തും ഇടത്തുഭാഗത്തും കിഴക്കും പടിഞ്ഞാറും തെക്കും എല്ലാ സ്ഥലത്തും അവർ വീശിയതാണ്. പക്ഷേ നിരാശപ്പെട്ടിരുന്ന സമയത്ത് ഒരാൾ പറഞ്ഞപ്പോൾ പ്രത്യേകിച്ചൊന്നും ആലോചിക്കാതെ വലത്തുഭാഗത്ത് വീശി വലിച്ച സമയത്താണ് ഇത് വലിയ ഖനം വലിച്ചിട്ട് അടുക്കുന്നില്ല. നോക്കിയപ്പോൾ മീനുകൾ പിടയ്ക്കുകയാണ്, എല്ലാം വലിയ മീനുകൾ. പ്രിയപ്പെട്ടവരെ, യേശു ആകാശത്തെയും, അതായത് ആകാശത്തിലെ സകല നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ഗ്രഹങ്ങളെയും അതുപോലെ വായുവിനെയും ഒക്കെ സൃഷ്ടിച്ചവനാണ്. ഭൂമണ്ഡലത്തെ സൃഷ്ടിച്ചവനാണ്. മരങ്ങളെയും മൃഗങ്ങളെയും മത്സ്യങ്ങളെയും പറവകളെയും ഇഴജാതികളെയും സൃഷ്ടിച്ചവനാണ്. ആ കർത്താവിൻ്റെ ഒരു വാക്കിന് മത്സ്യങ്ങൾ ഓടി ഒളിക്കും, ഒരു വാക്കിന് വലയിൽ കയറും. 3.5 വർഷം മുമ്പ് പത്രോസും കൂട്ടരും മീൻ പിടിക്കാൻ വന്നപ്പോൾ യേശു മത്സ്യങ്ങളോട് പറഞ്ഞു, തൽക്കാലത്തേക്ക് നിങ്ങളൊന്ന് മാറി നിൽക്കുക. അന്ന് രാത്രി അവരാരും വലയിൽ കയറിയില്ല. എന്നാൽ പ്രസംഗശേഷം യേശു മത്സ്യങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വലയിൽ കയറുക. അന്ന് ചെറുതും വലുതുമായ മത്സ്യങ്ങൾ വലയിൽ കയറി. എന്നാൽ ഇപ്പോൾ 153 വലിയ മീനുകളോടാണ് യേശു കൽപ്പിച്ചത്, വലിയ മീനുകൾ മാത്രം വലയിൽ കയറുക. അവയനുസരിച്ചു. അങ്ങനെ ഒരു പെരുത്ത മീൻകൂട്ടം കിട്ടിയപ്പോൾ യോഹന്നാന് 3.5 വർഷം മുമ്പത്തെ സംഭവം ഓർമ്മ വന്നു. യോഹന്നാൻ പറഞ്ഞു, ഇത് കർത്താവാകുന്നു. അപ്പോഴാണ് പത്രോസിന് കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. പത്രോസ് പെട്ടെന്ന് അങ്കി അരയിൽ ചുറ്റി കടലിലേക്ക് ചാടി നീന്തി കർത്താവിൻ്റെ അടുക്കൽ. അപ്പോഴേക്കും മറ്റ് ശിഷ്യന്മാർ ഈ വലയിലെ മീനുമായിട്ട് കരയിലേക്ക് യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. അവർ വന്നപ്പോൾ കാണുന്ന കാഴ്ച, യേശു അവർക്ക് അവരുടെ തണുപ്പ് മാറ്റുവാൻ, നമുക്കറിയാം നല്ല തണുപ്പുള്ള സമയമായിരുന്നു. യേശുവിനെ വിസ്തരിച്ചപ്പോൾ അവിടെയും നമുക്കൊരു ആഴി കൂട്ടിയിരിക്കുന്നത് കാണാൻ കഴിയും. ഇവിടെ യേശു ശിഷ്യന്മാരുടെ തണുപ്പ് മാറ്റാൻ ഒരു ആഴി കൂട്ടിയിരിക്കുകയാണ്. മാത്രവുമല്ല, യേശു അവർക്ക് വേണ്ടി അപ്പവും മീനും ഒരുക്കിയിരിക്കുകയാണ്. യേശു ശിഷ്യരോട് പറഞ്ഞു, ഇപ്പോൾ പിടിച്ച ചിലതും കൊണ്ടുവരിക. അങ്ങനെ രാവിലെ ഒരു വിഭവസമൃദ്ധമായ ഒരു പ്രഭാത ഭക്ഷണം കർത്താവ് അവർക്ക് ഒരുക്കിയിട്ടാണ് അവരെ വിളിച്ചത്. കാരണം ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചതിൻ്റെ ക്ഷീണം അവർക്കുണ്ട് എന്നറിയാം. നമ്മുടെ വിശപ്പറിയുന്നവനാണ് യേശു. നമ്മുടെ ക്ഷീണം അറിയുന്നവനാണ് യേശു. തീർച്ചയായിട്ടും ചോദിക്കാതെ തന്നെ നമ്മുടെ കാര്യങ്ങളിൽ കർത്താവ് ഇടപെടും. അങ്ങനെയാണ് കർത്താവ് ഈ പ്രഭാഷണത്തിൽ പറഞ്ഞത്, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് നിങ്ങളുടെ പിതാവ് അറിയുന്നു. മുമ്പേ എൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ശിഷ്യന്മാർ ആവശ്യപ്പെടാതെ
അവർക്കായിട്ട് അവർക്ക് തണുപ്പ് മാറാൻ ഒരു തീക്കനലും അതുപോലെ അവർക്ക് വിശപ്പ് മാറാൻ കർത്താവ് അവർക്ക് അപ്പവും മീനും നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് അവരെ യഥാസ്ഥാനപ്പെടുത്തി തൻ്റെ അപ്പോസ്തലന്മാരായി പ്രയോജനപ്പെടുത്തുവാനാണ് ഉദ്ദേശിച്ചതെങ്കിലും അത് സംബന്ധിച്ചൊന്നും പറയാതെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് അവർക്ക് ആവശ്യത്തിലധികം മീൻ നൽകിക്കൊണ്ട് അവർക്കിപ്പോൾ ഭക്ഷണവും ചൂടും നൽകിക്കൊണ്ട് തൻ്റെ സ്നേഹം അവർക്ക് വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് സ്നേഹവാനായ ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ്. പിതാവിനെ ആരും കണ്ടിട്ടില്ലെങ്കിലും പിതാവിൻ്റെ മടിയിലിരിക്കുന്ന പുത്രനായ യേശു പിതാവിനെ വെളിപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ പിതാവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുകയാണ്. ഈ കർത്താവിനെ സ്നേഹിപ്പാൻ ദൈവം നമ്മയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.